ആമയിഴഞ്ഞ ദുരന്തത്തിൽ മരണമടഞ്ഞ ജോയിയുടെ അമ്മയ്ക്ക് സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം നൽകിയേക്കും. ജോയിയുടെ അനുജന് സർക്കാർ ജോലി നൽകുന്ന കാര്യം ചർച്ചകളിലുമാണ്. അതിനിടെ രൂക്ഷ വിമർശനമാണ് തദ്ദേശ മന്ത്രി എം പി രാജേഷ് റെയിൽവേക്കും പ്രതിപക്ഷത്തിനുമെതിരെ ഉയർത്തിയത്. കാര്യമറിയാതെ പ്രതിപക്ഷം നഗരസഭയെ കുറ്റക്കാരെ പ്രേരിപ്പിച്ചത് എടുത്തുചാട്ടമാണെന്ന് മന്ത്രി പറഞ്ഞു. മാലിന്യം നീക്കാൻ റെയിൽവേയോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റെയിൽവേ സഹകരിച്ചില്ലെങ്കിൽ ആവശ്യമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. ഇത് ഒരു തരത്തിലും സംഭവിക്കാൻ പാടില്ലാത്തതും ആവർത്തിക്കാൻ പാടില്ലാത്തതുമായ ദുരന്തം തന്നെയാണ്. നടന്നത് റെയിൽവേയുടെ അധീനതയിലുള്ള സ്ഥലത്ത് തന്നെയാണ്. കോർപ്പറേഷന് നേരിട്ടിടപെടാൻ അധികാരമില്ലാത്ത സ്ഥലത്താണ് സംഭവം നടന്നത്. വേദനാജനകമാണ്. പക്ഷേ ഇനി അത് ആവർത്തിക്കാനും പാടില്ല. സർക്കാരിന്റെ ശ്രദ്ധ മുഴുവൻ അപകടം പറ്റിയാലെ കണ്ടെത്തുന്ന രക്ഷാപ്രവർത്തനത്തിലായിരുന്നു. നിർഭാഗ്യമെന്ന് വേണം പറയാൻ. തുടക്കം മുതൽ തന്നെ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമമായിരുന്നു മറ്റു പലർക്കും. അത് ആവർത്തിക്കാൻ പാടില്ലാത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം ഓർക്കണം. ഇക്കാര്യങ്ങളിൽ നിന്നും ഇനിയെങ്കിലും വിട്ടുനിൽക്കണം. ഇന്നലെ വൈകിട്ടോടുകൂടി രാത്രിയോടുകൂടി നേവിയും എത്തിച്ചേരുകയുണ്ടായി. നഗരസഭയിലെ ജീവനക്കാർ ഉടനീളം ഈ രക്ഷാപ്രവർത്തനത്തിലുണ്ടായിരുന്നു. അതിനെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് രാപ്പകൽ ഭേദമില്ലാതെ ബഹുമാന്യയായ മേയറും ജില്ലാ കളക്ടറും ഇതെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് രംഗത്തുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയും ഇക്കാര്യങ്ങളിൽ നിരന്തരമായി ഇടപെട്ട് മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. അവരോടെല്ലാമുള്ള നന്ദി ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ജീവൻ പണയപ്പെടുത്തിയും നേരിട്ട് രക്ഷാപ്രവർത്തനം നടത്തിയ എല്ലാവരെയും സർക്കാർ അഭിനന്ദിക്കുന്നു. അവർക്ക് ഉചിതമായിട്ടുള്ള ആദരവ് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് ഒരു തരത്തിലും സംഭവിക്കാൻ പാടില്ലാത്തതും ആവർത്തിക്കാൻ പാടില്ലാത്തതുമായ ഒരു ദുരന്തമാണ് നടന്നത്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, റെയിൽവേയുടെ അധീനതയിലുള്ള പ്രദേശത്താണ്. കോർപ്പറേഷനോ സർക്കാരിനോ നേരിട്ട് ഇടപെടാൻ അധികാരമില്ലാത്ത റെയിൽവേ ഭൂമിയിലാണ് ഈ അപകടം നടന്നത്. എവിടെ നടന്നതാണ് വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. ഇനി ഇത് ആവർത്തിക്കാനും പാടില്ലാത്തതാണ്. ആവർത്തിക്കില്ല എന്നുറപ്പുവരുത്താനുള്ള നടപടികൾ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാവേണ്ട ഒരു സമയമാണിത്. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നതിന് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നില്ല. ഞാനതുകൊണ്ടാണ് ഇതുവരെ അതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നത്. ഇന്നിപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും നിങ്ങളെല്ലാം ചോദിച്ചപ്പോൾ ഞാനവിടെ അനുശോചനം രേഖപ്പെടുത്തുക മാത്രമേ ചെയ്തുള്ളൂ. ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്. മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞ 1 വർഷമായി തീവ്രമായ ശ്രമം സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ശ്രമത്തിൻ്റെ നല്ല നേട്ടവും ഉണ്ടായിട്ടുണ്ട്. പൂർണ്ണമായിട്ട് പരിഹരിച്ചിട്ടില്ല എന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ നല്ല നേട്ടവും ഉണ്ടായിട്ടുണ്ട്. അതിനിടയിലാണ് ഇത്തരമൊരു ദുരന്തം റെയിൽവേയുടെ അധീനതയിലുള്ള ഒരു പ്രദേശത്ത് നടക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ മുഴുവൻ ഇതെവിടെ നടന്നതാണെങ്കിലും അപകടം പറ്റിയയാളെ കണ്ടെടുക്കുക എന്ന കാര്യത്തിലായിരുന്നു. ജീവൻ രക്ഷിക്കാനും അദ്ദേഹത്തെ കണ്ടെത്താനുമുള്ള ശ്രമത്തിലായിരുന്നു ഗവൺമെൻറ് പൂർണ്ണമായിട്ടും ഏർപ്പെട്ടത്. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, തുടക്കം മുതൽ തന്നെ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമത്തിനാണ് മറ്റു പലരും വ്യഗ്രത പൂണ്ടത്. അതിലായിരുന്നു താല്പര്യം കൂടുതൽ. അതും ഒഴിവാക്കേണ്ടതാണ്. അത് ആവർത്തിക്കാൻ പാടില്ലാത്തതുമാണ്. ഈ ദുരന്തം ഉണ്ടാകാൻ പാടില്ലാത്തതും ആവർത്തിക്കാൻ പാടില്ലാത്തതുമാണ് എന്ന് പറയുന്നത് പോലെ ഇതുപോലൊരു ദുരന്തത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഇത്രമാത്രം വ്യഗ്രത കാണിക്കുന്നതും ഉണ്ടാകാൻ പാടില്ലാത്തതും ആവർത്തിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ
അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരണമെന്നൊന്നും സർക്കാരിന് യാതൊരു ഉദ്ദേശവുമില്ല. പക്ഷേ ഇല്ലാത്ത ഉത്തരവാദിത്വം കൂടി സർക്കാരിൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടി വരും. അതിന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പഴിചാരാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. വസ്തുത മാധ്യമങ്ങളും ജനങ്ങളും അറിഞ്ഞിരിക്കണം എന്നതുകൊണ്ട് ചില കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കുകയാണ്. ഇപ്പോൾ ഇവിടെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് കൊച്ചിയിൽ മാധ്യമങ്ങളെ കണ്ട് എന്തെല്ലാമാണ് അദ്ദേഹം പറഞ്ഞത്. അല്പം കൂടി അദ്ദേഹത്തിന് കാത്തിരിക്കാമായിരുന്നു. നാട് മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ജോയിയെ തിരിച്ചു കിട്ടില്ലെന്നുള്ള കാര്യത്തിലായിരുന്നല്ലോ. അത് കഴിയുന്നത് വരെ എന്നിട്ട് സർക്കാരിനെതിരെ പറഞ്ഞോട്ടെ, ഞങ്ങൾക്കപ്പോൾ മറുപടിയും പറയാം. കാത്തിരിക്കാനുള്ള ഒരു വിവേകമെങ്കിലും പ്രതിപക്ഷ നേതാവിൽ നിന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു. നിർഭാഗ്യവശാൽ അതുണ്ടായില്ല. അദ്ദേഹം പറഞ്ഞതൊന്നും അറിയാത്തതുകൊണ്ടല്ല, ഞാനൊന്നും പറയാതിരുന്നതാണ്. അപ്പോൾ അത് പറയേണ്ട സമയമല്ല എന്നുകൊണ്ട് ഈ നിമിഷം വരെ അത് പറയാതിരുന്നതും അതുകൊണ്ടാണ്. ഒരു ദുരന്തമുണ്ടാവുമ്പോൾ അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന രാഷ്ട്രീയ ലാഭത്തെക്കുറിച്ച് സന്തോഷം പൂണ്ട് ചാടി വീഴുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഭൂഷണമാണോ എന്ന കാര്യം അങ്ങനെ ചാടി വീണ് എല്ലാവരും ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ മത്സരിച്ച് ഈ കുറ്റപ്പെടുത്തലുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. ആദ്യം തന്നെ തുടങ്ങി. അദ്ദേഹത്തിന് ഒട്ടും ക്ഷമയുണ്ടായില്ല. മറ്റു പലരും ഇന്നാണ് രംഗത്ത് വന്നിട്ടുള്ളത്. അതിൽ മുൻ കേന്ദ്രമന്ത്രിമാരുണ്ട്, KPCC പ്രസിഡൻ്റുണ്ട്, അവരെല്ലാം ഉണ്ട്. അവരൊക്കെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് വസ്തുതകൾ എന്തായാലും ജനങ്ങളൊന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഞാൻ പഴിചാരാൻ വേണ്ടി പറയുന്നതേ അല്ല. ഇതിൽ മാലിന്യ സംസ്കരണം എന്ന കാര്യത്തിൽ ആരുടെയെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം ഉത്തരവാദിത്വമാണുള്ളത് എന്ന് ഞാൻ കണക്കാക്കുന്നില്ല, സർക്കാരും കാണുന്നില്ല. വ്യക്തി, സമൂഹം, തദ്ദേശ സ്ഥാപനങ്ങൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, മറ്റെല്ലാ സംവിധാനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ, മാധ്യമങ്ങൾ, ഇങ്ങനെ എല്ലാവർക്കും ഉള്ളതും എല്ലാവരും ഒരുമിച്ച് മറ്റ് ഭിന്നതകൾക്കതീതമായി പ്രവർത്തിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണിത്. ഞാനിത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നിങ്ങളോട് തന്നെ ഇത് ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, നിയമസഭയിലും പറഞ്ഞിട്ടുണ്ട്. ഇതൊരു കക്ഷി രാഷ്ട്രീയ പ്രശ്നമല്ല. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വമാണ്. എല്ലാവർക്കും, ഓരോ വ്യക്തിക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. പാമയഴഞ്ചാൻ തോടിൽ ഒരു ദുരന്തമുണ്ടായാൽ എവിടെ, റെയിൽവേയുടെ ഭൂമിയിലാവട്ടെ അപ്പുറത്താവട്ടെ, എവിടെ ഉണ്ടായാലും അതിൽ ഓരോ വ്യക്തിക്കും കുറ്റബോധത്തിന് ഉണ്ടാവേണ്ട കാര്യമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓരോരുത്തർക്കും. മാലിന്യം ശൂന്യാകാശത്തു നിന്ന് വന്നതൊന്നുമല്ല. അപ്പോൾ ആ നിലയിൽ നമ്മളിതിനെ കാണേണ്ടതാണ്. ഇവിടെ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ പറഞ്ഞ എല്ലാവർക്കും മാലിന്യം എന്ന പ്രശ്നത്തെ പരിഹരിക്കുന്നതിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ജോയിയുടെ മരണത്തിന് ഇടയാക്കിയ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് വന്ന ഒരു പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ പഴിചാരിയല്ല. റെയിൽവേയുടെ ഭൂമിയിൽ കോർപ്പറേഷനോ സർക്കാരിനോ നേരിട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു തവണ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം റെയിൽവേ നിലപാട് കർക്കശമാക്കി. റെയിൽവേ ആക്റ്റാണ് പിന്നീട് ചെയ്യുന്നത് തടയാൻ റെയിൽവേ ഉപയോഗിച്ചത്. റെയിൽവേ ആക്റ്റിൽ പറയുന്ന വ്യക്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. റെയിൽവേ ഭൂമിയിൽ മറ്റാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ സീവേജിൻ്റെ പരിപാലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ
മറ്റൊരു ഏജൻസിക്കും ചെയ്യാനാവില്ല. മറ്റൊരു നിയമത്തിലും എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് റെയിൽവേക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് റെയിൽവേ ആക്ടിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ ആക്ട് ഉപയോഗിച്ചാണ് റെയിൽവേ കോർപ്പറേഷനെ അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളെയൊക്കെ തടഞ്ഞിട്ടുള്ളത്. തിരുവനന്തപുരത്ത് മാത്രം പ്രശ്നമല്ല, മറ്റെവിടെയും ഇത് ചെയ്യാൻ പറ്റില്ല. ആ ഘട്ടത്തിൽ എന്താണ് സർക്കാരിനും തദ്ദേശ സ്ഥാപനത്തിനും ചെയ്യാൻ പറ്റുക? റെയിൽവേയുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു എന്ന് ഉറപ്പാക്കാനുള്ള ഇടപെടലാണ്. ഉത്തരവാദിത്വം റെയിൽവേയുടേതാണെന്ന് റെയിൽവേയും സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ റെയിൽവേ തന്നെ 2011 ഇറക്കിയ സർക്കുലർ, റെയിൽവേ മന്ത്രാലയത്തിൻ്റെ സർക്കുലർ എൻ്റെ കൈവശമുണ്ട്. ആ സർക്കുലറിൽ 2011 തന്നെ റെയിൽവേ പറഞ്ഞിട്ടുണ്ട് മാലിന്യ സംസ്കരണം റെയിൽവേയുടെ ഉത്തരവാദിത്വമാണ് എന്ന് വിശദമായി. ആ സർക്കുലറിൽ പോയിൻ്റ് 6, പോയിൻ്റ് 7 ഒക്കെ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നതാണ്. അപ്പോൾ റെയിൽവേ തന്നെ അംഗീകരിക്കുന്ന കാര്യം ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് റെയിൽവേ അംഗീകരിക്കുകയാണ്.